ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഞാൻ ഇറങ്ങിയിരിക്കണം 9:48 ഇപ്പം ഞാൻ നിൽക്കണം മട്ടാഞ്ചേരിയിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങാട്ടാ. ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരി ആനവാതിലിൻ്റെ അവിടെയുണ്ടാ. ഇവിടെയാണ് നിൽക്കുന്നത്. റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എല്ലാം ഓണാക്കാം. ഫസ്റ്റ് തന്നെ അതുപോലെ യാത്രയും നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഓല പാർട്ട്ണറും ഓണാക്കിയിട്ടുണ്ട്. മാക്സിമം നമുക്ക് നോക്കാടാ ആരൊക്കെയാണ് ഓട്ടം തന്നത്, ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാടാ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഓൺലൈൻ ഡ്രൈവറാണ്. സോ ഈ 9:50 മുതൽ ഇന്ന് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത്. ഇത് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുമ്പോൾ ഊബർ, യാത്രി, ഓല, ഈ 3 ആപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ പാസഞ്ചേഴ്സ് കയറി അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് എത്ര രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റും എന്നൊക്കെയുള്ള തീമാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. സോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് കണ്ടോ. നല്ലൊരു വ്ളോഗാകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം മച്ചാമാരെ, കൊച്ചി റൈഡറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ മച്ചാമാർക്കും സ്വാഗതം. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചാമാർക്കും നന്ദിയുണ്ട് ട്ടാ. ഒലയിൽ ഒരു പുതിയ അപ്ഡേറ്റ് എന്തോ വന്നിട്ടുണ്ട് കേട്ടോ. പോലീസ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സോ നമുക്കത് നോക്കാം എന്താന്ന്. അവർ വിളിച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് സംഭവിക്കണേ നമുക്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എന്തായാലും ഇപ്പോൾ 9:52 ആയിട്ടുണ്ട്. നമുക്ക് ആരാണ് ഇന്ന് ഓട്ടം തന്നത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. ഇന്നെൻ്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. കാരണം ഈ ഒരു ജോലിക്ക് ഇറങ്ങുമ്പോൾ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കേണ്ടത്, എങ്ങോട്ടേക്കാണ് പോവേണ്ടത് എന്നൊരു പിടുത്തവും ഇല്ലാത്തൊരു വർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കണേന്നൊരു പിടുത്തമില്ല. നമുക്ക് വരണോടത്ത് വെച്ച് കാണാമെന്നുള്ള മൈൻഡിൽ ഇറങ്ങിയിരിക്കണേണ്. ഈ 2 ആഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ മര്യാദക്ക് ഓടിയിട്ടില്ല. ഭയങ്കര ശോകത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഡ്രൈവർമാർക്ക് അറിയാൻ പറ്റും, ഓൺലൈൻ ഡ്രൈവർമാർക്ക് അറിയാൻ പറ്റും. ഭയങ്കര ശോകത്തിലാണ്, ശോകാവസ്ഥയാണ്. സോ വേറെ നിവർത്തിയില്ല നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇതിലേക്ക് പുതിയതായിട്ട് ഇറങ്ങണവർ എല്ലാ ഡ്രൈവർമാരോടൊക്കെ ചോദിച്ച് എന്നിട്ട് പുതിയ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങണമായിരിക്കും നല്ലത്. പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാവരും നോക്കിയും കണ്ട് ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഇതൊരു പാർട്ട് ടൈം ജോബാണ്. സോ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീനില്ല. നിങ്ങൾ സൈഡായിട്ട് വേറെ എന്തെങ്കിലും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇത് മാത്രം ഫോക്കസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഇത്ര നാൾ ഓടിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യണത്. പിന്നെ എല്ലാം നോക്കിയും കണ്ടും ചെയ്യുക ഗൈസ്. ഊബർ എനിക്ക് ഓട്ടം തന്ന കാലം ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഊബർ ഫൈൻഡിങ് ട്രിപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നും കൊടുക്കാനൊന്നും ഇല്ലട്ടെ, എല്ലാ പൈസയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഊബറിൻ്റെ കമ്മീഷനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഊബർ എനിക്ക് ഓട്ടം തന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 2-3 ദിവസം കേട്ടോ ഗൈസ്. നമ്മുടെ ഒരു ചങ്ങായി വിളിക്കണേട്ടാ, പുള്ളി എന്താ പറയണേന്ന് നോക്കട്ടേട്ടാ. ഹായ് ബ്രോ, ഹലോ. ഞാനിപ്പോ മട്ടാഞ്ചേരി നിൽക്കണ്ട്. എന്ത് പറ്റി, എവിടെയാണ്? അടിയില്ലല്ലേ? ഞാനിപ്പോ ആണോ? രാവിലെ ഇറക്കണ്ടേ, രാവിലെ അല്ലേ അടിയുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് രാവിലെ ഇറങ്ങാൻ പറ്റുള്ളൂ. അതാണ് രാവിലെ ഇറങ്ങിയില്ലെങ്കിൽ പോയതാണ്. അത് തന്നെ ഞാനിപ്പോ ഓണാക്കിയുള്ളൂ. ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ല, വന്നോളൂ. പണി പാളി. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാം, എവിടെയെങ്കിലും കാപ്പി കുടിച്ചിരിക്കാം. ഓക്കെ, ഞാൻ വിളിക്കാം ബ്രോ കേട്ടാ. എറണാകുളത്തേക്ക് വരുമ്പോ വിളിക്കാം. എനിക്കറിയാം പുള്ളി തന്നെ പറയാൻ പോണേന്ന്. ഓട്ടോ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി വിളിക്കണേനെ. നമ്മുടെ കമ്പനിക്കാരാണ്, ഓൺലൈൻ ഡ്രൈവേഴ്സാണ്. സോ ഇതൊക്കെ തന്നെ പരിപാടി. എനിക്കിപ്പോൾ ഒരു ട്രിപ്പ് വന്നിട്ടോ, 10:05 ഒരു ട്രിപ്പ് വന്ന്. പക്ഷെ അത് മാച്ച് അല്ല എന്ന് പറഞ്ഞു പോയി. നമുക്ക് ഈ റഡാർ ഐറ്റം വന്നേക്കണോണ്ട് ഇപ്പം എല്ലാം മാച്ച് അല്ല എന്ന് പറഞ്ഞ് പോണേണ്. തൊട്ടടുത്തുള്ള ആൾക്കാർക്കായിരിക്കും മുൻഗണന. അപ്പോൾ അതാണ് അവസ്ഥ കേട്ടോ. ഇപ്പോൾ ഒരു ട്രിപ്പ് വന്ന് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടാ ഗൈസ്. പതിവ് പോലെ അല്ലടാ. ഇപ്പോൾ 10:30 മണിയായി. ഇപ്പോൾ അരമണിക്കൂറായി നമ്മൾ ഇവിടെ വന്നിട്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു അടി പോലും കിട്ടിയിട്ടില്ലടാ. സോ നമുക്ക് കുറച്ച് നീക്കിയിടാട്ടോ. ഒന്ന് ഓഫാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഓണാക്കി ഇട്ടേക്കാം. ഗൈസ്, ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് വന്നിട്ടാ. ബീച്ചിൻ്റെ അവിടെ നിൽക്കാം. എന്തായാലും പോസ്റ്റാണ്, നമുക്ക് ബീച്ചിൻ്റെ അവിടെ തന്നെ നിൽക്കാം. ഫോർട്ട് കൊച്ചിയിൽ അത്യാവശ്യം നല്ല സമയം പോസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിലോട്ടൊക്കെ ഉള്ള ഓട്ടം കിട്ടും.
എനിക്ക് ഇവിടെ നിന്ന് എപ്പോഴും വരുമ്പോൾ എയർപോർട്ടിലേക്കുള്ള ഓട്ടോണ് കിട്ടണം ഫോട്ടോ വെച്ച് വരുമ്പോൾ. സോ നമുക്കിപ്പോൾ കപ്പലും കണ്ട് ഇങ്ങനെ നിൽക്കാടാ. ബീച്ചിൽ വലിയ തിരക്കൊന്നുമില്ലടാ, ആകെ 3-4 വണ്ടികളേ ഉള്ളൂ. ഈ സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കും, വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇവിടെ തിരക്കായിരിക്കും. ഇവിടെ അവിടെ ഒരു കപ്പൽ കിടക്കുന്നുണ്ട് കണ്ടാ, ഒരു വണ്ടി പോകണുണ്ട് അങ്ങോട്ട്. ഫോണ് കയ്യിൽ തന്നെ പിടിച്ചേക്കാം നമുക്ക്. യാത്രേനെയും ഊബറൊക്കെ ഇപ്പോൾ പടപടയെന്ന് പറഞ്ഞ് വന്ന് പോകണേ, അല്ലെങ്കിൽ ട്രിപ്പ് കിട്ടൂല. നേരത്തെ നമുക്ക് എന്തായാലും മസ്റ്റായിരുന്നു ഒരു ട്രിപ്പ്, പക്ഷെ ഇപ്പോൾ നമുക്ക് ട്രിപ്പ് കിട്ടൂല. സോ കയ്യിൽ തന്നെ പിടിച്ചേക്കാം. അവിടെ ഒരു ചേട്ടൻ വല വീശണം കേട്ടാ. ഗൈസ്, കാറ്റടിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എല്ലാരും ഇവിടെ പോസ്റ്റ് അടിക്കണേ, ഒരാൾക്കൊരു പണിയില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാഴ്ച കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടാ. അതായത് നമ്മ ഒരു തിയേറ്ററിൽ പോയിരുന്നിട്ട് ഫ്രണ്ടിലിരുന്ന് കാണുന്ന കാഴ്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ കാറിന്റെ ഉള്ളിൽ ഇരുന്ന് നോക്കുമ്പോ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാടാ, നല്ല സുഖം കൊണ്ട് ഇവിടെ ഇരുന്നിട്ട്. ഓട്ടം ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ ഇങ്ങനെ കാഴ്ചകൾ ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ഒരു വർക്കാണ്ടാ ഡ്രൈവിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞ. ഇതേപോലത്തെ സ്ഥലത്തൊക്കെയാണ് കൊണ്ടുവന്ന് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം പോണ അറിയില്ലടാ. കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം, കുറെ കപ്പലുകൾ വന്നതും പോണതൊക്കെ കണ്ട് ഇങ്ങനെ സമയം കളയാട്ടാ. പിന്നെ സീൻ എന്താണെന്നറിയോ, ഉറക്കം വരും കുറച്ചു നേരം കഴിഞ്ഞാൽ. ഉറക്കം വരുന്ന ടൈമിലായിരിക്കും അടി വന്നത്. അങ്ങനെ ചെറിയ സീൻ കിട്ടും. ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മൈൻഡോടെ ആയിരിക്കും ഇറങ്ങണം കേട്ടോ നമ്മ. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് പോസ്റ്റൊക്കെ കിട്ടി, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പോസ്റ്റൊക്കെ കിട്ടി വരുമ്പോഴാണ് നമ്മൾ ശരിക്കും മടിഞ്ഞു പോകട്ടോ. മടിഞ്ഞു പോയി കഴിയുമ്പോൾ ഒരു ഓട്ടം വരും. ഓട്ടം വന്ന് പിന്നെ നട്ടുച്ചയാവും. രാവിലെ ഇറങ്ങണതിൻ്റെ കാര്യമുണ്ടോ ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ട്. ഉറക്കം വരും. പിന്നെ വല്ല സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിരുന്ന് കണ്ടാൽ അതിൻ്റെ ഇടയിൽ അടി വരുമ്പോൾ നമുക്ക് തന്നെ ഭ്രാന്താവും. എന്തൊക്കെ വന്നാലും ഓടിയേ പറ്റുള്ളൂ, അത് വേറെ കാര്യം. കഴിയുമ്പോൾ നമുക്ക് ശരിക്കും വട്ട് പിടിക്കോട്ടാ. വട്ട് പിടിച്ച് കഴിയുമ്പോൾ നിർത്തിയിട്ട് നേരെ വീട്ടിലോട്ടും പോകും. നമുക്ക് ആ കഫേയിൽ പോയിട്ടൊരു ചായ കുടിക്കാം. പോസ്റ്റാണ് എന്തായാലും. ചായ കുടിച്ചിട്ട് ഒരു രക്ഷയില്ലടാ, ഒരടി പോലും ഇല്ല. നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്ത്. ഇപ്പൊ സമയം 11:18 എന്തായാലും പോസ്റ്റോട് പോസ്റ്റാണ്, നോ രക്ഷ. നമുക്ക് പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് മാറ്റിയിടാട്ടാ, അല്ലെങ്കിൽ ഇവിടെ വെറുതെ കിടന്ന് നരകിക്കുള്ളൂ നമ്മ. ഗൈസ്, നമ്മുടെ ബിലാലിക്കട വീടിൻ്റെ അവിടെ എത്തിയിട്ടാ. സെറ്റ് ഗൈസ്, ഒരു രക്ഷയില്ലടാ. ഫുൾ ഓൺലൈൻ തന്നെ. ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 മണിക്കൂറായി. 11:40 ഞാൻ വന്നിട്ട് ഇപ്പോൾ ശരിക്കും 2 മണിക്കൂറായിട്ട് ഒരു ഓട്ടോമൊബൈലും കിട്ടിയിട്ടില്ലടാ. നീ നട്ടുച്ച സമയവും ഈ ബുധനാഴ്ച അതൊക്കെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ നിന്ന് പോസ്റ്റ് ചെയ്യാനാണ്. ഞാൻ വീട്ടിലോട്ട് കയറാണ് ഗൈസ്. 2 മണിക്കൂറോളം പോസ്റ്റ് അടിച്ചിട്ട് ഒരു ഓട്ടം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. സോ വീട്ടിൽ പോയി ഫുഡ് അടിച്ച് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇറങ്ങാട്ടോ. കാരണം വെറുതെ CNGയും കത്തി ഇടങ്ങേറായി പോണാണ്, മനസ്സിലായോ? ഞാനിപ്പോൾ വന്ന വഴിക്ക് എല്ലായിടത്തും വണ്ടികൾ കിടന്നുറങ്ങണേ. അപ്പോൾ 2 പേരൊക്കെ വന്ന് സംസാരിച്ച് എൻ്റെ അടുത്ത്. 2 പേരും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് വണ്ടി നിർത്തിയപ്പോൾ പുള്ളിക്കാരൻ വന്ന് സംസാരിച്ച്. അവരെൻ്റെ അടുത്ത് പറയണത് അവരും വന്ന് നിൽക്കണത്, അവർ 8 മണി തൊട്ട് വന്ന് നിൽക്കണേണ് ഒരു ട്രിപ്പിന് വേണ്ടി. ആകെ ശോകാവസ്ഥയാണ്. സോ നമുക്ക് ഇവിടെ കിടന്ന് അലയണ്ട, നമുക്ക് വീട്ടിൽ പോയിട്ട് ഒരു 4 മണി ഓഫീസൊക്കെ വിട്ടുന്ന ടൈം വിളിച്ച് നമുക്ക് ഇറങ്ങാം. 4 മണി തൊട്ട് ഒരു 10-11 മണി വരെയൊക്കെ ഓടാൻ നോക്കാം ഏട്ടാ. എന്തായാലും വീട് എത്തണവരെ ഞാനിത് ഓൺലൈനിൽ തന്നെ ആക്കും. ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തെറിക്കോട്ടാം. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇതൊരു പാർട്ട് ടൈം വർക്കാണ്. ഞാൻ ആലോചിക്കണത് ഈ ഫുൾ ടൈമായിട്ട് ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഒരു വണ്ടി സ്വന്തമായിട്ട് മേടിച്ച് EMI അടച്ച് ഇതൊക്കെ നടപടിയാണ് കേസാണോ എന്ന് എനിക്ക് തോന്നലടാ. ഞാൻ മാക്സിമം 20 വീഡിയോസാണ് ചെയ്തേക്കണം. ആ 20 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എത്രത്തോളം ഓട്ടം കിട്ടുന്നുണ്ട്, EMI ഒക്കെ എങ്ങനെ അടക്കാൻ പറ്റും, ആ അവസ്ഥ മനസ്സിലാവും. ഞാൻ കൂടുതൽ ഓടിയേക്കുന്നത് രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ ഓടിയിട്ടുണ്ട്, 10 മണി വരെ ഓടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഓടണത്. എനിക്ക് ടൈം ഉള്ളത് പോലെയാണ് ഞാൻ ഓടണത്.
സോ പുതിയതായിട്ട് വരണവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് മാത്രം ഓൺലൈൻ വർക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഇറങ്ങണവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ലോണം ആലോചിച്ച് കുറേ പേരോടൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബാക്കി നിങ്ങളുടെ ഇഷ്ടം. എന്നെ സംബന്ധിച്ച് ഇതൊരു പാർട്ട് ടൈം വർക്കാണ് എനിക്ക്, മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ തുറന്ന് പറയണേട്ടാ. സോ ഈ ഫീൽഡിലേക്ക് ഇറങ്ങണവർ മാക്സിമം എല്ലാവരോടും ചോദിച്ചതിന് ശേഷം ഇറങ്ങാൻ നോക്കുക. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓൺലൈനിൽ നിന്നിട്ട് എനിക്ക് കിട്ടുന്ന ഫണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ രാവിലെ 9 മണിക്ക് പോയതാണ്. ഇപ്പം സമയം 12 മണി. ഇതേവരെ ഊബറിലോ യാത്രയിലോ ഒന്നിലും ഒരു ഓട്ടം വന്നിട്ടില്ല. ഊബറിൽ വന്ന്, പക്ഷെ അത് മാച്ചല്ല എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. സോ അവസ്ഥയൊക്കെ ഇതാണ്. പിന്നെ കുറേ പേര് കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ 10 മണി മുതൽ 4 മണി വരെ ഓട്ടം ഉണ്ടാവില്ല. കുറേ പേര് മെസ്സേജ് വായിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ലെന്ന്. അപ്പോൾ റെൻറ്റിനൊക്കെ എടുത്ത് ഓടണവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. രാവിലെ ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല, റെൻറ്റിൻ്റെ പൈസ പോവുകയും ചെയ്യും. 800 രൂപയ്ക്കാണ് റെൻറ്റൊക്കെ കാറിന്. സോ അപ്പോൾ അവസ്ഥ ഇതാണ്. നമുക്ക് എന്തായാലും 4 മണിക്ക് ശേഷമുള്ള ഓട്ടം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും 4 മണി തൊട്ട് 10 മണി വരെ ഞാൻ മാക്സിമം ഓടാൻ നോക്കാം. ഇതിപ്പോൾ ഇത്ര നേരമായിട്ട് ഓൺലൈനായിരുന്നു. 4 മണിക്ക് ശേഷം ഓട്ടം ഉണ്ടാവില്ലെന്ന് അറിയില്ല. ദിവസമാണ്, ബുധനാഴ്ചയാണെന്ന് എനിക്ക് തോന്നണത്. ഞാൻ വർക്കിന് ഇറങ്ങിയിട്ട് ഇതേപോലത്തെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ 3 മണിക്കൂറോളം ഞാൻ ഓൺലൈനിൽ കിടന്നിട്ടും ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. എന്തായാലും വീട്ടിൽ പോയി ഫുഡ് അടിക്കാം. നമ്മുടെ CNG വെറുതെ കത്തിപ്പോണത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മച്ചാന്മാരെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാണ്ട് പേഴ്സണലായിട്ട്, വർക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ എൻ്റെ കാര്യം കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ മാക്സിമം നോക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. ഇത് മാത്രം ഫോക്കസ് ചെയ്ത് ഓടണവരോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഒന്നും അറിയാതെ ഈ ഫീൽഡിലേക്ക് എടുത്ത് ചാടി ഇത് മാത്രം ഫോക്കസ് ചെയ്ത് മാസം ഡെയിലി 5000 രൂപ ഉണ്ടാക്കാം, 2000 രൂപ ഉണ്ടാക്കാം, 3000 രൂപ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 2000 രൂപയൊക്കെ ഒപ്പിക്കണവരുണ്ട്, 3000 രൂപ ഒപ്പിക്കണവരൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ 2000, 3000 രൂപ ഒന്നും ഒപ്പിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ 3 മണിക്കൂർ ഓൺലൈൻ നിന്നിട്ട് എനിക്കൊരു ഓട്ടം കിട്ടിയിട്ടില്ല. എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. മാക്സിമം നിങ്ങൾ നോക്കുക. ഇപ്പോൾ കുറേ പേര് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിക്കണോണ്ട് ഓട്ടം കുറവാണ് കൊച്ചിയിൽ ശരിക്കും. അപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് അങ്ങനെ, എല്ലാവരും പറയണത് ഇങ്ങനെ തന്നെയാണ്. ഓട്ടം കുറവാണ്, കുറേ വണ്ടികൾ ഇറങ്ങിക്കണോണ്ട് എല്ലാവർക്കും ഓട്ടം വേണ്ടേ. സോ ഓട്ടം കുറവാണെന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ പുതിയതായിട്ട് ഇറങ്ങാൻ പോണവരോടും വണ്ടി എടുക്കാൻ പോണവരോടാണ് എനിക്ക് പറയാനുള്ളത്, നല്ലോണം ആലോചിച്ചതിന് ശേഷം എടുക്കുക. നിങ്ങൾക്ക് പാക്കേജ് ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ പിടിച്ചിരിക്കാൻ പറ്റും. ഓൺലൈൻ മാത്രം ഓടാൻ ഇറങ്ങണവരോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. സോ നോക്കിയും കണ്ടും കളിക്കുക, അല്ലെങ്കിൽ പെട്ടുപോകും. എന്തായാലും കേസ് ഞാൻ പാർക്കിങ്ങിൽ കയറ്റിയിട്ടിട്ട് നമുക്ക് 4 മണിക്ക് ഇറങ്ങാം കേട്ടോ. വീട്ടിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പാർട്ട് ടൈം വർക്കാണ് സത്യത്തിൽ ഊബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടാക്സി ലൈഫ് എന്നുള്ളത്. സോ എനിക്ക് വേറെ വർക്കുണ്ട്. അപ്പോൾ ആ സമയം, ഇപ്പോൾ ഓട്ടോ ഇല്ലാത്ത സമയം മാക്സിമം എനിക്ക് ആ വർക്കെങ്കിലും ചെയ്ത് തീർക്കുക, അങ്ങനെയെങ്കിലും കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വീട്ടിലോട്ട് പോകണേട്ടാ. എന്തായാലും ഇപ്പോൾ 12 മണിയായിട്ടുള്ളൂ. 4 മണി വരെ വർക്ക് ചെയ്തിട്ട് 4 മണിക്ക് ഊബറിൻ്റെ വർക്കിലേക്ക് ഇറങ്ങാമല്ലോ എന്നുള്ള മൈൻഡാണ്. സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടുപോട്ടോ. 12:52 കേട്ടോ. പോസ്റ്റ് അടിച്ച് കയറിയപ്പോൾ തന്നെ എനിക്കൊരു പേഴ്സണൽ ഓട്ടം വന്നിട്ടാ. എയർപോർട്ടിലേക്കാണ്. അതെന്തായാലും ലോട്ടറി അടിച്ച പോലെയായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇനിയിപ്പം എയർപോർട്ടിലേക്ക് പോകണേട്ടാ. ഇതിപ്പോൾ ഞാൻ ജൽവായു വിഹാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുണ്ടംവേലിയാണ് കേട്ടോ, പള്ളുരുത്തി തന്നെ. അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹിന്ദിക്കാരനാണ്, മീൻസ് ഒരു നോർത്ത് ഇന്ത്യൻസാണ്. ഒറ്റക്കാണ് പുള്ളി. ചെറിയ വണ്ടി മതി എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെ ഒരു ഓട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1:15 എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ 1 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ശരിക്കും അടുത്ത് പോകുമ്പോഴേ ദൈവം അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക്, മനസ്സിലായി. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പുള്ളി വിളിക്കണുണ്ട് കേട്ടോ, 1 മിനിറ്റ്. ഹലോ ഹായ്. പുള്ളി ഇപ്പോൾ വിളിച്ച് പുള്ളി പറഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് ഞാൻ വരാട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ കോണ്ടാക്ട്സ് കൊടുത്താണ്ടോ നമുക്കിങ്ങനെ ഓട്ടം വന്നത്. ശരിക്കും എന്തോ ലക്കിൽ കിട്ടിയ ഒരു ഓട്ടമാണ്. ശരിക്കും ഞാൻ പാർക്ക് ചെയ്ത് വീട്ടിൽ കയറി ഇരുന്നപ്പോൾ ഇന്ന പോലെ ഒരു ഓട്ടം കൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വൈ നോട്ട്. ഒന്നും നോക്കിയില്ല, ചാടി ഇറങ്ങി അപ്പം തന്നെ പോകുന്നു. ഒന്നും നോക്കിയില്ല. നമുക്ക് ചിലപ്പോൾ വൈകുന്നേരം ഞാൻ 4 മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ 4 മണിക്ക് ശേഷം ഈ അവസ്ഥ തന്നെയാണെന്നുണ്ടെങ്കിൽ പെട്ടുപോകണേണ്. നമ്മൾ ഓൺലൈൻ നോക്കി എന്നിട്ട് ഒരു കാര്യമില്ല. കിട്ടണ ഓട്ടമൊക്കെ മാക്സിമം എടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ പരിപാടി നടക്കൂല കേസ്. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടാ, മാതാവ് കൈവിടൂല നമ്മളെ. എന്താന്ന് തോറ്റ് തുടങ്ങണ ആ സമയത്തായിരിക്കട്ടെ നമുക്ക് നമ്മളെ ഉയർത്തി എണ്ണിപ്പിക്കാൻ ഒരാൾ വന്നത്, മനസ്സിലായ. നമ്മ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ തോറ്റു പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും, ആ നിമിഷമായിരിക്കും നമുക്ക് ദൈവമേ, ദൈവത്തെ പോലെ ഒരു കൂടി ട്രിപ്പ് വന്നത്, മനസ്സിലായ.
അപ്പൊ മച്ചാമാരെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ നേരം ചില സമയത്ത് അത് ചീത്ത സമയവും, ചിലത് നല്ല സമയവും. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ കണ്ടല്ലേ എൻ്റെ അവസ്ഥ. ആ വൈസി പോയിന്ന് അവിടെ പോയിന്ന് ഇവിടെ പോയിന്ന് CNG കത്തിച്ച് വീട്ടിലോട്ട് തന്നെ ലാസ്റ്റ് കയറി, ഓട്ടം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ദൈവദൂതനെ പോലെ ഒരു പേഴ്സണൽ ഓട്ടം വന്ന് കിട്ടിയത് കിട്ടി എന്നുള്ള മൈൻഡാണ് എനിക്ക്, മനസ്സിലായ. ഇനി ബാക്കി നമുക്ക് ഇനി അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് എന്തായാലും കിട്ടൂല. തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂർ അവിടെ പോസ്റ്റ് അടിക്കേണ്ടി വരും. അപ്പം നമുക്ക് നേരെ ആലുവ വന്നിട്ട് ആലുവ നമുക്ക് ഇനി ഓണാക്കേണ്ട പരിപാടി നടത്താം എന്തായാലും. അപ്പോൾ ഗൈസ് എന്തായാലും പുള്ളിനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് വിടാട്ടോ. ഇപ്പോഴാണ് ഒന്ന് ഉഷാറായത്. ഇത്ര നേരം വെറുതെ സീൻ ശോകമായിരുന്നു. ഇപ്പോഴാണ് ഒരു ഉഷാറ് വന്നത് ഗൈസ്, സത്യം. ഞാൻ എയർപോർട്ടിലെത്തിയിട്ടാ. ഇപ്പോൾ എയർപോർട്ടിൻ്റെ സൈഡിലുള്ള പെട്രോൾ പമ്പിലാട്ടോ ഞാൻ നിൽക്കണത്. ഇനി നമുക്ക് നമ്മുടെ മച്ചാന്മാരെയൊക്കെ ഒന്ന് അങ്ങോട്ട് ഓണാക്കി വെക്കാടാ. ഞാനിവിടെ നിന്ന് കയറുന്നതിന് മുമ്പ് ഓണാക്കി, ഇപ്പം ഒന്നും കൂടി റീഫ്രഷ് ചെയ്ത് ഓണാക്കിയതാണ്. ചാർജില്ല, ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. സോ എനിക്ക് 1500 റുപ്പീസ് കിട്ടിയിട്ടാ ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം 2:40. നല്ല ട്രാഫിക് ആയിരുന്നു. പുള്ളിക്കാരന് 3 മണിക്ക് എന്തോ 3:15 എന്തോ ഫ്ലൈറ്റ്. അതുകൊണ്ട് വെച്ചടിച്ചാണ് പോകുന്നത് കേട്ടോ. പിന്നെ എത്രത്തോളം വെച്ചടിച്ചാലും 80 കിലോമീറ്റർ സ്പീഡിൽ പോവുള്ളൂ വണ്ടി. പിന്നെ നമ്മുടെ CNG തീർന്നു പോയിട്ടാ. ഇപ്പം ഇനി പെട്രോളിലാണ് ഓടാൻ പോണത്. അടുത്ത CNG പമ്പ് നമുക്ക് നോക്കണം. ഞാനിവിടെ തന്നെ നിൽക്കുന്നില്ല, കാരണം എന്തായാലും കുറേ വണ്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. 3-3.5 മണിക്കൂറൊക്കെ പിടിക്കും നമുക്കൊരു ട്രിപ്പ് കിട്ടാൻ. ഞാൻ നേരെ ആലുവയിലേക്ക് പോകണേണ്ട. പോണ വഴിക്ക് CNG പമ്പിൽ കയറി CNG അടിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഗൈസ്. ഇവിടെ എന്താ ആക്സിഡന്റ് ഉണ്ടായി ഗൈസ്, എന്തോ പറ്റിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ സൈഡ് പോയിട്ടുണ്ടോ ഗൈസ്. അവിടെ ആക്സിഡന്റ് കണ്ടതുകൊണ്ടില്ലേ, അവിടെ യൂട്ടേൺ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ യൂട്ടേൺ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ ആ ബ്ലോക്കിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ആലുവ CNG എന്നാണ് നമ്മൾ അടിച്ചത്. പിന്നെ അതേ നമ്മുടെ സർവത്ത് അപ്പൂപ്പൻ്റെ കടയിലുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നൊരു സർവത്തൊക്കെ കുടിച്ച് ഇനി പയ്യെ ഇരിക്കാട്ടോ. എന്തായാലും ഊബറും വല്ലതും എല്ലാം ആക്റ്റീവാണ്. നമുക്കിപ്പോൾ 3:13 ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സർവത്ത് കുടിക്കട്ടെ. എന്തായാലും സെറ്റായിട്ടുണ്ട്. ഓട്ടമില്ലാതിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു പേഴ്സണൽ ട്രിപ്പ് കിട്ടുന്നത് വളരെ ആശ്വാസമാണ്. നിങ്ങൾ കണ്ടല്ലേ, അവസ്ഥ കണ്ടല്ലേ. ഞാൻ വീട്ടിലോട്ട് കയറണേ, പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി ഇട്ടപ്പോഴാണ് എനിക്ക് കോൾ വന്നത്. അപ്പോൾ ചാടി ഇറങ്ങി ഓടിക്കോളണം, മനസ്സിലായോ. എപ്പോൾ കോളൻ അപ്പം ഇറങ്ങി ഓടിക്കോളണം, അല്ലെങ്കിൽ ഫ്ലോപ്പാണ്ട കൈസ്. സർവത്ത് കുടിക്കാൻ പോകുമ്പോഴും ഇത് കയ്യിൽ തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് നഷ്ടപ്പെടും. ഗൈസ് ഇപ്പോൾ 3:23 ആയിട്ടാ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. ഗൈസ് 4 മണി കഴിഞ്ഞിട്ടാ. ഇന്നെന്താ ട്രിപ്പില്ലേ, ഒരട്ടി പോലും മഞ്ഞില്ലെന്നു. എന്ത് ശോകമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ എല്ലാം ഓൺലൈനാണ്, ഒരടി പോലും മഞ്ഞില്ല. വളരെ സീനാണ്ടത്, വളരെ വൃത്തികെട്ട സീനാണ്. ഊബർ പോട്ടെ, എന്നാൽ ഓലയിലെങ്കിലും ഒരു അടി വരണ്ടേ. ഒന്നിലും ഒരു അടി വന്നില്ലട്ടാ. ആകെ ശോകമാണ്, മൊത്തത്തിൽ ശോകമാണ് അവസ്ഥ. പോസ്റ്റ് അടിച്ച് വെറുതെ മരവിച്ച് പോണ അവസ്ഥ. മാറ്റിയിട്ട് കളമശ്ശേരിൻ്റെ അവിടം വരെ എത്തിയാൻ ഒരു രക്ഷയില്ലട്ടാ. ഇന്ന് നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ടേക്കണത് പിസ്സ ഹട്ടിൻ്റെ ഫ്രണ്ടിലാണ്ടാ, കളമശ്ശേരി, സൗത്ത് കളമശ്ശേരി. പിന്നെ ഇവിടെ ഒരു HDFC ബാങ്ക് ഉണ്ട്, CSB ബാങ്ക് ഉണ്ട്. അതെന്താണ്, ഫസ്റ്റ് ക്രൈ. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ടിലാണ്ടാ നമ്മ ഇന്ന് കൊണ്ടുവന്നിട്ടേക്കണത്. ഇപ്പം എൻ്റെ വണ്ടിയുടെ പുറകിൽ ഒരു വണ്ടി വന്നിട്ടാ, ടാക്സി വണ്ടിയാണ്. അടിപൊളി, മൊത്തം സീനാണ്. ഇത് അപ്പുറത്ത് ഒരു ടാക്സി വണ്ടി കിടക്കുന്നുണ്ട്, കണ്ടാ പുറകിൽ കിടക്കണ വണ്ടി കണ്ടാ. നമുക്ക് എന്തായാലും ഇന്ന് വൃത്തികെട്ട ദിവസം ഉണ്ടോ. എന്തായാലും ഞാനിപ്പോൾ എടപ്പള്ളി പള്ളിയിലെത്തിയിട്ടാ. ഞാൻ എടപ്പള്ളിയിൽ കൂടി പോകുമ്പോൾ ഓട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കിടക്കാറ് പതിവ്. സോ എടപ്പള്ളി പുള്ളികളുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് നൈസായിട്ട് പോവാം ഗൈസ്. അങ്ങനെ ഞാൻ പള്ളിയിൽ കൊണ്ടുവന്ന് സൈഡാക്കിയിട്ടാ. കുറച്ച് നേരം ഇവിടെ കിടന്ന് ഉറങ്ങി മടുക്കോട്ടെ. ഇന്നെന്താണെന്നറിയില്ലടാ, വൃത്തിയുടെ ദിവസമാണ്. നമുക്കിന്ന് ഓൺലൈനായിട്ട് ഒരു ട്രിപ്പ് പോലും എടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ്. ആ എയർപോർട്ടോട്ടം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കത്തിക്കലായി. ഞാൻ 5 മണിക്ക് വീട്ടിൽ കയറാൻ വേണ്ടി ഇരുന്ന വെച്ചാൽ ഞാനാണ്. 4:26 അതായത് എടപ്പള്ളിയിൽ വന്നിട്ട് 4:26. എയർപോർട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങിയതാണ് നമ്മ, ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടുള്ള. പള്ളിയിലേക്ക് കയറണം കേട്ടോ ഗൈസ്. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും അവിടെ പോയി, അവിടെ ടോയ്ലറ്റ് ഉണ്ട്, അവിടെ പോയി ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് വരാം നമുക്ക്. ഗൈസ് ഒരു ട്രിപ്പ് വന്ന് വേണ്ട നെക്കിക്കഴിഞ്ഞപ്പോൾ വേറെ ആർക്കോ കിട്ടിയിരുന്നു. അവസ്ഥ നോക്കിയല്ലേ. ട്രിപ്പ് ഇങ്ങനെ വരും, നമ്മൾ നിൽക്കും, മാച്ചല്ല എന്ന് പറഞ്ഞ് പോവും. രണ്ടാമതൊരു ട്രിപ്പ് വന്നിട്ടാ
അതും പോയി. എന്താണ് ഇങ്ങനെ പോയി വന്ന് നിൽക്കുന്നത്? എനിക്കിട്ട് പണിയാണ്ട് ഇന്നത്തെ ദിവസം. ഇന്നൊരു ബാഡ് ഡേ ആണ് ഗൈസ്. അവസാനം ഒരു ട്രിപ്പ് അടിച്ചിട്ടാ ഗൈസ്. സെറ്റായി, തൊട്ടടുത്ത് തന്നെ കഴിക്കണം കേട്ടോ. ഞാൻ നോക്കട്ടെടാ, പിക്കേട്ടെ 4:54 ഒരു ട്രിപ്പ് അടിച്ച്. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. പുണ്യാള പരീക്ഷിക്കണേണോ. വണ്ടി ഓണാക്കിയപ്പോൾ തന്നെ അത് ട്രിപ്പ് ക്യാൻസലാക്കി കളഞ്ഞേക്കണവർ. സെറ്റ്. ഇതുപോലൊരു ദിവസം എനിക്കെൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രയും പൊളിഞ്ഞ് കയറണ്ട് ശരിക്കും. 4:56 മെട്രോ ഒക്കെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർ മെട്രോ വിളിച്ച് പോയെന്ന് തോന്നുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ട്രിപ്പ് ആക്സെപ്റ്റ് ആയിട്ട് പോലും എനിക്ക് അത് മിസ്സായി പോകണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം, 8ന്റെ പണിയാണല്ലോ എനിക്ക് കിട്ടുന്നത്. എന്തായാലും 5 മണിയായിട്ടാ. പോസ്റ്റോട് പോസ്റ്റാണ്. വരുമ്പോൾ വരണോടത്ത് വെച്ച് കാണാം ഗൈസ്. നമ്മൾ തളരരുത്. നമ്മുടെ യൂട്യൂബിൽ കമൻസ് എന്തോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഊബറിന് അങ്ങോട്ട് എന്തിനാ കാശ് കൊടുക്കുന്നേ ബ്രോ? കമ്മീഷൻ ഉണ്ട് ബ്രോ. കമ്മീഷൻ ഇല്ലാത്തൊരു പരിപാടിക്ക് നടക്കൂലട്ടാ. വൈറൽ വീഡിയോസാണ് വയ്ക്കണത്. പിന്നെ വേറൊരു മച്ചാൻ രാത്രി ലോഡ്ജ്, റിസോർട്ട്, സ്പാ എന്നിവയിലോട്ടൊക്കെ നല്ല ഓട്ടം കിട്ടും ബ്രോ എന്ന്. എനിക്കറിയില്ല ബ്രോ, സീനാണ്. രാത്രിയൊക്കെ ഒന്നും പറയാനില്ലട്ടാ മച്ചാനെ. വിശാൽ പ്രകാശ് മച്ചാനെ പൊളി. പിന്നെ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റാണ്. ഏതാണ് ഊബർ ഓടുന്നവർക്ക് ഇൻസെൻറ്റീവ് ഉണ്ടോ എന്നാണ് ചോദിക്കണത്. ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ട് ബ്രോ. എനിക്ക് ഇതൊന്നും ആക്റ്റീവായിട്ടില്ല. ഞാനിത് ഓടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായി. എനിക്കിതൊന്നും ഇതുവരെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. 7 സീറ്റ് വണ്ടി എടുത്താൽ പുറത്ത് നല്ലപോലെ ഓട്ടം കിട്ടും. സൂപ്പർ വീഡിയോ ആണ് ബ്രോ. എല്ലാ ദിവസവും വീഡിയോ ഇടാണേ ബ്രോ. പൊളിച്ചു. ഉച്ചക്ക് ഓട്ടമില്ല എന്ന് പറഞ്ഞ് കറണ്ട് കാര്യമില്ല. എല്ലാവരും ഓഫീസിലെല്ലാം ഇരിക്കുമ്പോൾ അവിടെ എങ്ങനെ ഓട്ടം വരാൻ? നൈറ്റ് ആൻഡ് ഏർലി മോർണിംഗ് നോക്കുക. ബ്രോ എനിക്ക് ഇത് മാത്രമല്ല, എനിക്ക് സൈഡായിട്ട് വേറെ വർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റും ഇതൊന്നും ഇറങ്ങാൻ പറ്റാത്തത്. മനസ്സിലായോ? മാക്സിമം ഞാൻ നോക്കും. ഞാൻ ചെയ്യണ വീഡിയോസ് ഞാൻ ചെയ്യാട്ടോ. ഇത് മാത്രമായിട്ട് പരിപാടി നടക്കില്ല. കാരണം ഇത് മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തുവാളെടുത്ത് വീട്ടിൽ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അയച്ചേക്കണത്. എന്തായാലും അടിപൊളി. 5 മണിയായി. നമ്മുടെ വീഡിയോ ഇപ്പോൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് ഞാൻ. 5 സെക്കൻഡ് വേണ്ട, 15 സെക്കൻഡ്. കറക്റ്റ് 5 മണിക്ക് തന്നെ അപ്ലോഡ് ആവും ഗൈസ്. ഒലയിലൊരു അടി വന്നിട്ടുണ്ട് കേട്ടോ. എന്താണത്? ഫൈൻഡിങ്. ഞാൻ വിചാരിച്ച് ക്യാൻസലാക്കി കളഞ്ഞു ഗൈസ്. ഞാനപ്പോൾ ഒന്ന് ഒയ്യോ പുള്ളി ഇവിടെ നിൽക്കണത്. 17 ഒലയിലും അടി വന്നായിരുന്നു കേട്ടോ. അതും ഇതേപോലെ ക്യാൻസലായിപ്പോയി. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? അടി വന്ന് ക്യാൻസലായി പോകണേണ്ട. അടി വരുന്നു, ക്യാൻസലായി പോകുന്നു. അവരൊക്കെ കുക്ക് ചെയ്ത് കഴിക്കണം. അവിടെ നിന്നാണ്ടാ അവിടെ നിന്നാണ് കുക്ക് ചെയ്ത് കഴിക്കണം ഗൈസ്. ഇതേപോലത്തെ ഒരു മെനകെട്ട ദിവസം ഊബർ ലൈഫിൽ, അതായത് ടാക്സി ലൈഫിൽ ഉണ്ടായിട്ടില്ലടാ. രാവിലെ 9 മണിക്ക് ഇറങ്ങിയ ഞാൻ ഇപ്പോൾ സമയം 6:30 മണിയായിട്ടാ. ഞാൻ നേരെ വീട്ടിലെത്തി. ട്രിപ്പ് എനിക്ക് വന്നിട്ടില്ല. ഇന്നത്തെ ദിവസം ഇല്ല എനിക്ക് ട്രിപ്പ്. എടുക്കുന്ന ട്രിപ്പെല്ലാം മാച്ചല്ല എന്ന് പറഞ്ഞ് പോണേണ്ട. 3 ദിവസത്തിൽ കണ്ട 5, 6, 7. ഇന്ന് 7-ാം തീയതി കണ്ട കേസ്. അതിൽ 10 മണിക്കൂർ 50 മിനിറ്റാണ് ഞാൻ ഓൺലൈനിൽ കിടന്നേക്കണത് നമ്മുടെ ഊബർ. അതിലെനിക്ക് ഒരു ട്രിപ്പ് പോലും വന്നിട്ടുള്ളത് കണ്ട. 0 ട്രിപ്സാണ്. അവസ്ഥ വളരെ ശോകമാണ് കേസ്. ഇപ്പം ഞാൻ എന്തായാലും എല്ലാം ഓഫാക്കി ഇട്ടേക്കാം. ഞാൻ എന്തായാലും വീട്ടിൽ കയറാൻ. ശരിക്കും മനസ്സ് ചത്ത് കഴിയുമ്പോഴൊരു അവസ്ഥയില്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലാവൂലേ? കറക്റ്റായിട്ട് എനിക്ക് ആ എയർപോർട്ട് ഓട്ടം കിട്ടിയതുകൊണ്ട് എനിക്ക് 1500 കിട്ടി. അതുകൊണ്ട് CNGയും എനിക്ക് മുതലായി. അപ്പ് ആൻഡ് ഡൗൺ ചാർജാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് മുതലായതുകൊണ്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് പോരാൻ പറ്റി. ഇൻ കേസ് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇന്നത്തെ ദിവസം വെറുതെ കിടന്നു എന്നുള്ള ഒരതാണ് സത്യം പറഞ്ഞാൽ. ഓട്ടോ ഇല്ലട്ടോ. 2-3 പേരോട് ഞാൻ സംസാരിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ പറഞ്ഞ ഈ അവസ്ഥ തന്നെയാണ്. അവർ എനിക്ക് കാണിച്ചു തന്നു 220 രൂപ ഒറ്റ ട്രിപ്പ് കഴിഞ്ഞ് നടക്കണവരുണ്ടായിരുന്നു. പലരും ഉണ്ടായിരുന്നു. പലർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാത്തതും. അതുകൊണ്ട് ഞാൻ ചോദിക്കുക അവർ വരുമ്പോൾ വീഡിയോയിൽ പറയണതുകൊണ്ട് എന്തിനാണ് ബ്രോ? ഞാൻ പറഞ്ഞടാ, ഇനി ഇതേപോലെ പിള്ളേർ വന്ന് ചാടും, പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇടങ്ങേറാവും.
ഒന്ന് പറയാൻ പാടില്ല എന്ന് വെച്ചപ്പോൾ എനിക്ക് വേണ്ട ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് എല്ലാവരും ഒഴിവായി പോകണതാണ്. വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തവരാണ് കൂടുതലും കാണുന്നതും പരിചയപ്പെടുന്നതും, മനസ്സിലായോ? സോ കാരണം അവർ കാസർഗോഡ് നിന്നൊക്കെ ഇവിടെ വന്ന് നിന്ന്, മനസ്സിലായി, രാത്രിയും രാവിലെയൊന്നും ഇല്ലാണ്ട് ഓടിയിട്ട് കിട്ടുന്ന പൈസയൊക്കെയാണ്. അപ്പം അത്രയും കഷ്ടപ്പാടാണെന്ന് ആ വീട്ടുകാരൊക്കെ അറിയുമ്പോൾ ഉള്ളൊരു വിഷമമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അങ്ങനത്തെ രീതിയിലൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ കഴിഞ്ഞു പോകണം കേട്ടോ. നമുക്ക് ട്രിപ്പ് വന്നിട്ട് അത് എടുക്കുമ്പോൾ അത് മാച്ച് അല്ല എന്ന് പറഞ്ഞ് പോകണതാണ്. നേരത്തെ ഊബറിൽ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മസ്റ്റായിട്ടും കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നമുക്ക് ട്രിപ്പില്ല സത്യത്തിൽ. ഇതേപോലെ എൻ്റെ അവസ്ഥ പോലെ അല്ല കേട്ടോ. 8,000 വണ്ടികളോളം ഉണ്ടെന്നാണ് പറയണത് എല്ലാവരും കൊച്ചിയിൽ ഓടാൻ വേണ്ടി. അപ്പോൾ എല്ലാവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഊബർ ഡ്രൈവർമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കിട്ടാ. കാരണം ഇനിയും വണ്ടി എടുത്ത് ചാടാൻ പോണ കുറേ പേരുണ്ടാവും എന്നെപ്പോലെ. അപ്പോൾ അവർക്കൊരു ഇതായിക്കോട്ടെ. കാരണം ഈ വീഡിയോ എങ്കിലും കണ്ട് യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആകട്ടെ എന്തായാലും കേസ്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, ബ്രോ ഓട്ടോ എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും എന്താണ് കാരണമെന്ന് ചോദിക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണത് ഞങ്ങൾക്കൊന്നും ഓടിയിട്ട് കിട്ടണില്ല അതുകൊണ്ടാണെന്ന് പറയും. അപ്പം ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കും. ഈ ആഴ്ച ഓടിയത്, ഈ മാസം ഓടിയതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ആഹാ എല്ലാവർക്കും ഇതാണ് നല്ല അവസ്ഥ എന്നുള്ള ഒരു സീൻ വരും കേട്ടോ. ഗൈസ്, എന്തായാലും ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോണവർ മസ്റ്റായിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ല എന്നുണ്ടെങ്കിലും വേറെ ഡ്രൈവർമാരോട് നൈസായിട്ടൊക്കെ ചോദിച്ച് എല്ലാം ഓക്കേന് ശേഷം ഇറങ്ങാൻ നോക്കുക. മുമ്പത്തെ പോലെ ഓട്ടോ ഇല്ല. ഇപ്പം കഴിഞ്ഞ മാസം നല്ല ഓട്ടോ ഉണ്ടായിരുന്നു, ഈ മാസം ഓട്ടോ ഇല്ല. ഇനി എങ്ങനെയാണ് അടുത്ത മാസത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നിലവിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ഡെയിലി വ്ളോഗ് ചെയ്യാൻ നോക്കണുണ്ട് ഞാൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും 2 വർഷത്തേക്ക് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നുണ്ട്. സോ 2 വർഷത്തേക്കുള്ള ഒരു പാർട്ട് ടൈം ജോബായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മച്ചാന്മാരെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇനി വലിച്ചേട്ടി കൊളോകള സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഇപ്പം ഞാൻ പറയണത് വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചിയിൽ വന്ന് ഊബർ ഡ്രൈവർമാരെ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. 1 മിനിറ്റിലും പല സ്ഥലങ്ങളിലും പല ഇടവഴികളിലും കിടക്കണുണ്ടാവും. അവരോട് നിങ്ങൾ നൈസായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇറങ്ങാൻ നോക്കാം കേട്ടോ. ബൈ. പിന്നെ മച്ചാന്മാരെ, ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലാണ് എൻ്റെ വീഡിയോയിലൂടെ കാണിക്കണേ കേട്ടോ. അതായത് രാവിലെ ഇറങ്ങിയിട്ട് ഇന്ന സമയം വരെ എന്താണ് എൻ്റെ ലൈഫിൽ ഉണ്ടാകണേ എന്നുള്ള കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.